കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാസികൾത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിൽ ആശ്രയിച്ച് തിരിക്കുക. വളരെ പ്രാർത്ഥനയോടെ സന്ദേശം കേട്ടാൽ ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വക ഒക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സുവിശേഷ ഭാഗങ്ങൾ വായിക്കുന്ന സമയത്ത് പലതിനെ കുറിച്ചുള്ള വിചാരപ്പെടലുകൾ അല്ലെങ്കിൽ പകച്ചു പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ട്. ബൈബിൾ അതുകൊണ്ടാണ് സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു നൽക, അവൻ നിന്നെ പുലർത്തും. അല്ലെ, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്മേൽ ഇട്ടുകൊള്ളുവിൻ. അതുപോലെ തന്നെ യേശു കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എൻ്റെ അടുക്കൽ എന്ത് ചെയ്യണം, വരുവീൻ എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങളുമുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ അർത്ഥമാക്കുന്നത് നമുക്ക് എന്തേലും ഭാരമുണ്ടെങ്കിൽ അത് ഇറക്കി വയ്ക്കാൻ ഒരു ഇടമുണ്ട്. ആ ഇടം നമ്മുടെ കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, എന്ത് ഭാരമുണ്ടെങ്കിലും അത് ലോകത്തിലൊരാളിനോട് നമ്മൾ ഷെയർ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ പിതാവായ, നമ്മുടെ രക്ഷകനായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമ്മുടെ ജീവന്റെ ഉടമസ്ഥനായ നമ്മുടെ കർത്താവിലേക്ക് നമ്മുടെ ഭാരത്തെ ഇറക്കി വയ്ക്കുവാൻ തക്കവണ്ണം ഇടവന്നാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ മനുഷ്യ ജീവിതത്തിലേക്ക് വരുന്ന ചില ഭാരങ്ങളുണ്ട് അല്ലേ. പ്രൈസ് ദി ലോർഡ്. അത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുന്നത്. എന്ത് തിന്നും എന്ത് കുടിക്കും. ഇതൊരു വലിയ വിഷയമാണ്. സ്തോത്രം. പലപ്പോഴും പലരെ അലട്ടുന്ന ഒരു വിഷയമാണ്. അതിലൂടെ ഒന്നുകൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്തയാണ് എന്ത് ഉടുക്കും. അപ്പൊ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും. ഈ കാലത്ത് ഇത് പ്രസക്തമാണെന്ന് ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന ഏകദേശം ആൾക്കാർ ഒരു പക്ഷേ തിന്നുന്നതിനെ പറ്റിയോ കുടിച്ചോ കുടിക്കുന്നതിനെ പറ്റിയോ ഉടുക്കുന്നതിനെ പറ്റിയോ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ലാത്തവരായിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളെപ്പോലെ അനേകർ ഇതിന് വകയില്ലാതെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിർവാഹമില്ലാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഒരു പുതിയ വസ്ത്രം ധരിക്കാൻ കഴിയാതെ ഇരിക്കുന്ന അനേകായിരങ്ങൾ സ്തോത്രം നമ്മുടെ ചുറ്റിലും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അവർക്കും കൂടെയാണ് ഈ സന്ദേശം. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളായി നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊരു വിഷയമേ അല്ല. ഇതൊരു ഭാരം ഉണ്ടാകേണ്ട ഒരു വിഷയമല്ല. കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ചത് ഇതെല്ലാം നശിക്കുന്നതാണ് അല്ലേ. സ്തോത്രം. ഇതെല്ലാം നശിക്കുന്നതാണ്. ഇതൊന്നും സ്ഥിരമല്ല. പലപ്പോഴും നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയിട്ടാണ് ഇതിലേക്കൊക്കെ നമ്മുടെ ചിന്ത കടന്നു. ആഹാരം വേണം, കഴിക്കേണ്ടത് ആവശ്യമാണ്, ധരിക്കാൻ വസ്ത്രം നമുക്ക് ആവശ്യമാണ്, പാർക്കാൻ ഒരു വീട് നമുക്ക് ആവശ്യമാണ്, സഞ്ചരിക്കാൻ ഒരു വാഹനം നമുക്ക് വേണം. ഇതൊക്കെ അനിവാര്യമാണ് ഈ കാലത്ത്. പക്ഷേ സ്തോത്രം, അതിനുവേണ്ടി സമയത്തെയും ഇല്ലെങ്കിൽ അതിനുവേണ്ടി സമ്പാദിക്കുന്ന പല തലങ്ങളിൽ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്, ഇല്ലെങ്കിൽ പലരുടെയും ലൈഫിനകത്ത് അതുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഇതൊരു വലിയ വിഷയമായിട്ട് ആരും കാണണ്ട. പക്ഷെ ദൈവം ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട്. ആ വാക്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ പറയുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് ആവശ്യം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നു. അപ്പൊ നിങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരാ? അവന്റെ മക്കളല്ലയോ നമ്മൾ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന മാതാവേ, പിതാവേ, പ്രിയ സഹോദര സഹോദരി, കുഞ്ഞെ, അത് നിന്നോട് ഇന്ന് പ്രഭാതത്തിൽ പറയുന്ന ഒരു ദൂതാണ്. നിനക്ക് ഇന്ന ആവശ്യമെന്ന് നീ ലോകത്തിൽ നിന്റെ അപ്പൻ അറിയുന്നതിന് മുൻപ്, ഇല്ലെങ്കിൽ നിന്റെ അമ്മ അറിയുന്നതിന് മുൻപ്, നിന്റെ ഭാര്യയോ ഭർത്താവോ മക്കളോ അറിയുന്നതിന് മുൻപ് നിന്റെ ആവശ്യം അറിയുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. അവന്റെ പേരാണ് സ്വർഗസ്ഥനായ പിതാവ്. പ്രൈസ് ദി ലോർഡ്. ആ പിതാവ് ഈ ആവശ്യം അറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ശക്തനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭാരപ്പെടണ്ട, അധൈര്യപ്പെടണ്ട, ക്ഷീണിച്ചു പോകണ്ട. നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ആവശ്യങ്ങളിൽ ഒന്നിനും കുറവില്ലാതെ സ്തോത്രം എല്ലാത്തിനും നൽകിത്തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ ദൈവം ആരാണ്? അവൻ ഏലിയാവിന്റെ ദൈവമാണ്. കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയുടെ വരവ് നിന്നുപോയാലും ശാരവാത്തിലെ വിധവയുടെ അടുക്കൽ അയച്ച് പരിപോഷിപ്പാൻ കഴിയുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെങ്കിൽ നിന്റെയും നിങ്ങളുടെ ആവശ്യങ്ങൾക്കകത്ത് ദൈവം
ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പലവിധ ആവശ്യങ്ങളെ ചുറ്റി വ്യാകുലപ്പെടുന്ന പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന അവിടുത്തെ ചിറകിന്റെ മറവിൽ അവിടെ ഞങ്ങളെ മറയ്ക്കണമേ. അനേകർ ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്നുള്ള ചിന്തകളാൽ ഭാരപ്പെടുന്നവരുടെ അവരുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക ആവശ്യങ്ങളുമായിട്ട് ക്ലേശത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് സാമ്പത്തിക ക്രൈസിസിനകത്തായിരിക്കുന്ന പ്രിയപ്പെട്ട ഇന്ന് പ്രഭാതത്തിൽ ആ മേഖലയുടെ മേലൊരു വിടുതൽ ദൈവം അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങേയ്ക്കാൻ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.